ഇന്നൊരു സിമ്പിൾ എഗ് മന്തി ഉണ്ടാക്കിയെടുത്താലോ. ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അത് ഹീറ്റ് ചെയ്യാതെ തന്നെ അതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പുതിനയില, മല്ലിയില, 2 ചിക്കൻ ക്യൂബ്സും പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കുറച്ച് മുളക് പൊടി, ഹോളായിട്ടുള്ള മല്ലി, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ക്യൂബ്സിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ഞാൻ വേറെ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് മന്തി മസാല കൂടി ആഡ് ചെയ്യാം. മന്തി മസാല ഇല്ലെങ്കിൽ ജീരകത്തിന്റെ പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇനി കത്തി കൊണ്ട് വരിഞ്ഞ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഒന്നുകൂടെ മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് തീയിൽ തന്നെ വെച്ചു കൊടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കൊന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് ടൊമാറ്റോ, ഉള്ളി, ജീരകം, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് അടിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ കളർ മാറി പച്ചയാവും, ടേസ്റ്റിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് കാണുന്ന സ്പൈസസ് ഒക്കെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. മന്തി ആയതുകൊണ്ട് ഉണക്ക നാരങ്ങ കൂടെ ഇടണേ. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടാം. ഈ ഒരു അവസരത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് അധികമായിട്ടൊന്ന് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് അരി വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ അരമണിക്കൂർ കുതിർത്ത് വെച്ച സെല്ല ബസ്മതി റൈസ് ആണ് ആഡ് ചെയ്തത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്തപ്പോഴാണ് ഈ ബസ്മതി റൈസ് കറക്റ്റ് ആയിട്ട് വെന്ത് വരുന്നത്. ഇനി ഞാൻ റൈസ് ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും ചേർത്തൊന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ കളർ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ബീട്രൂട്ട് പീസസ് ആക്കി വേവിച്ചെടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുത്തതാണ്. ഏറ്റവും മേലത്തെ ലെയറിൽ നമ്മൾ മുട്ടയും കൂടെ വെച്ചു കൊടുത്തു. ഇനി സെന്ററിൽ ഒരു പാത്രം വെച്ചിട്ട് കത്തിച്ച ചാർക്കോളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തൊന്ന് ഇതുപോലെ സ്മോക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒരു പാത്രം വെച്ച് കവർ ചെയ്തു. മേലെ ഒരു വെയിറ്റും കൂടെ വെച്ചു കൊടുത്തു. സ്മോക്ക് ചെയ്യുമ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 15 മിനിറ്റ്സ് അതേപോലെ വെച്ചു. പിന്നെ കഴിക്കാൻ നേരത്താണ് ഓപ്പൺ ചെയ്തത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ജീരകത്തിന്റെ പൊടി കൂടി ആഡ് ചെയ്തു ഒന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പൊ നമ്മുടെ ഈസി മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോ ചിക്കൻ ഇല്ലെങ്കിൽ എന്താ അല്ലേ.